വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. ജൂൺ 29-ന് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കണം. വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്നും ചേരുകയാണ്. സ്വാതി, ഇന്നലെ രാത്രി തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ 3 ദിവസത്തെ CBI കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അത് ജാമ്യം തേടിയുള്ള ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് CBI ഇത്രയും തിടുക്കപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് കോടതിയിൽ CBI വാദിച്ചത്. എന്നാൽ 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് CBI കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടിരിക്കുകയാണ്. കൃത്യം ജൂൺ 29-ന് CBIയോട് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തുടർന്ന വാദപ്രതിവാദങ്ങളിൽ കനത്ത ആരോപണങ്ങൾ CBIയും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനും കോടതിയിൽ ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകൾ നൽകുക മാത്രമാണ് CBIയുടെ ശ്രമമെന്നാണ് കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ വാദിച്ചത്. മദ്യനയം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടില്ലെന്നും പാർട്ടിയും മനീഷ് സിസോദിയയും തെറ്റ് ചെയ്തിട്ടില്ലെന്നും അടക്കമുള്ള കാര്യങ്ങൾ കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു. എന്നാൽ മദ്യനയം രൂപീകരിക്കാൻ ലോബികളിൽ നിന്ന് കോടികൾ ദില്ലി സർക്കാർ വാങ്ങി എന്ന ആരോപണമാണ് CBI കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും ഈ കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ED അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് മേൽ വീണ്ടും CBI അന്വേഷണം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സുനിത കെജ്രിവാളും പ്രതികരണം നടത്തിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പാക്കാൻ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ സുനിത കെജ്രിവാൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സ്വേച്ഛാധിപത്യവും അടിയന്തരാവസ്ഥയുമാണ് കേന്ദ്രം നടപ്പിലാക്കുന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സുനിത കെജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ദിവസത്തേക്ക് കെജ്രിവാളിന്റെ ജയിൽ മോചനം എന്നുള്ളത് കൂടുതൽ കൂടി നീളും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാതി, ഇന്ന് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ കോടതിയിൽ നടന്നു. ഒന്ന്, CBI പറയുന്നു കെജ്രിവാൾ മനീഷ് സിസോദിയയ്ക്കാണ് ഈ മദ്യനയം അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ കെജ്രിവാൾ മനീഷ് സിസോദിയയ്ക്കെതിരെ ഒരു മൊഴി നൽകി എന്നാണ് CBI കോടതിയിൽ വാദിച്ചത്. അതിനെ എതിർത്തുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞത്, ഞാൻ അത്തരത്തിൽ മനീഷ് സിസോദിയയ്ക്കെതിരെ ഒരു മൊഴിയും നൽകിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് പുതിയ നറേഷൻ CBI സൃഷ്ടിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. കോടതിക്ക് ഒരു ഘട്ടത്തിൽ അത് ബോധ്യമാവുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് സുപ്രീം കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട ദിവസമായിരുന്നു. കൃത്യമായി ജാമ്യം കിട്ടിയാൽ കെജ്രിവാൾ പുറത്തു വരും എന്നത് നിസ്തർക്കമാണ്. അപ്പോൾ കെജ്രിവാളിനെ ദീർഘകാലം ജയിലിലിടുക, ജീവിതാന്ത്യം വരെ ജയിലിലിടുക എന്നൊരു അജണ്ട മുൻനിർത്തി കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും പ്രവർത്തിക്കുന്നു എന്ന് വേണ്ടേ ഇതിൽ നിന്ന് അനുമാനിക്കാൻ? തീർച്ചയായും നീലിമ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു. കെജ്രിവാളിന്റെ ജാമ്യം കിട്ടി പുറത്തു വരും എന്നുള്ളൊരു ഘട്ടത്തിലാണ് CBI ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ കേസിൽ മനീഷ് സിസോദിയ കുറ്റക്കാരനാണെന്ന് കെജ്രിവാൾ മൊഴി നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CBI സൂചിപ്പിച്ചു പോകുന്നത്. എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കെജ്രിവാൾ കോടതിയിൽ വാദിക്കുകയുണ്ടായി. സിസോദിയ നിരപരാധിയാണ്, കേസിൽ സിസോദിയയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിസോദിയെ കുറ്റക്കാരനെന്ന തരത്തിൽ ഒരു മൊഴിയും താൻ നൽകിയിട്ടില്ല, ഇതിനെ CBI വളച്ചൊടിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ കെജ്രിവാൾ ബോധിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല കേസിൽ ആം ആദ്മി പാർട്ടിയും താനും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെ കോടതിയെ അറിയിക്കുകയായിരുന്നു. CBIയുടെ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ വാദിച്ചത്. അതോടൊപ്പം തന്നെ അത് കോടതിക്കും വ്യക്തമായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകൾ നൽകാനാണ് CBI ശ്രമിക്കുന്നതെന്നും ആ താല്പര്യാർത്ഥത്തിലാണ് ഇത്തരത്തിലൊരു കേസിൽ വീണ്ടും പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് കെജ്രിവാൾ സൂചിപ്പിച്ചു പോരുന്നത്. മനീഷ് സിസോദിയയുടെ മേൽ താൻ പഴിചാരി എന്ന ഹെഡ്ലൈനിൽ പത്രങ്ങളുടെ ആദ്യ പേജിൽ വാർത്ത വരാനാണ് CBI ആഗ്രഹിക്കുന്നത്. അതടക്കമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കെജ്രിവാൾ ഇന്ന് വാദത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു. CBI അതേസമയം
ഇതിന് മറുപടിയായി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വാർത്ത CBI നൽകിയിരുന്നില്ല, അത് ഞങ്ങളുടെ പണിയല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ CBIയും ഈ വാദത്തിന് പ്രതിവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ ആരോപിച്ചു. എന്തായാലും ഇത്തരത്തിലൊരു CBI നീക്കം എന്ന് പറയുന്നത് തീർച്ചയായും കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നടക്കം തന്നെയാണ് ഉള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ആം ആദ്മി പാർട്ടിയും അത്തരത്തിൽ തന്നെയുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുമ്പോൾ ഈ കെജ്രിവാളിന്റെ മോചനം സംബന്ധിച്ച് കുറച്ചുകൂടി ആശങ്ക ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നീലിമ, സ്വാതി, AAP കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ സുനിത കെജ്രിവാളൊക്കെ ആരോപിച്ചു ജയിലിന് പുറത്തിറങ്ങാൻ കെജ്രിവാളിനെ അനുവദിക്കാത്ത വിധത്തിൽ ഓരോ ദിവസവും കുരുക്കുമുറുക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നുള്ളത്. ഇന്ന് തന്നെ വളരെ നാടകീയമായ നീക്കമാണ് കോടതിയിൽ ഉണ്ടായത്. കോടതി ഒരു വേള ചോദിക്കുകയും ചെയ്തു, ഇത്തരത്തിൽ കെജ്രിവാളിൻ്റെ മൊഴി നിങ്ങൾ പൂർണ്ണമായും വായിച്ചിട്ടുണ്ടെന്ന് CBIയോട് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് കൃത്യമായൊരു മറുപടി CBIയിൽ നിന്നുണ്ടായില്ല. അതായത് കെജ്രിവാളിനെ ദീർഘകാലം ജയിലിലിടാനുള്ള ഒരു പദ്ധതി വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന് വേണ്ടേ അനുമാനിക്കാൻ? AAP ഏത് വിധത്തിലുള്ള പ്രതിഷേധത്തിനാണ് തയ്യാറെടുക്കുന്നത്? നീലിമ, എന്തായാലും AAP കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ വിചാരണ കോടതിയുടെ ജാമ്യം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കൃത്യമായ വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിക്കേണ്ട സാഹചര്യത്തിൽ പുറത്തിറങ്ങും എന്ന ഒരു ഘട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് CBI ഇത്ര തിടുക്കം പിടിച്ച്, നമുക്കറിയാം ഇന്നലെ രാത്രിയോടുകൂടി ഏകദേശം 10 മണിക്ക് ശേഷമാണ് തിഹാർ ജയിലിലേക്ക് CBI എത്തുന്നതും കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതും. അതിന്റെ പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ വീണ്ടും റോസ് അവന്യൂ കോടതിയിലേക്ക് ഇദ്ദേഹത്തെ ഹാജരാക്കുകയും സ്വാതിയുടെ അറിവിലേക്കാണ് 7:30-ക്ക് AAPയുടെ നേതാവ് രാജ്യസഭാ മെമ്പറായ സഞ്ജയ് ആസാദ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതായത് AAP അടുത്ത അവരുടെ നീക്കം എന്താണ് എന്നുള്ളത് 7:30-ക്ക് പ്രഖ്യാപിക്കും. സ്വാതി, തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തയനുസരിച്ച് സഞ്ജയ് സിംഗ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെയും ആം ആദ്മി പാർട്ടി നേതാക്കളും ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ വിധിയുമായി ബന്ധപ്പെട്ട് ദില്ലി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന വിധി കാത്തിരിക്കുകയായിരുന്നു. ആ വിധിക്ക് ശേഷം എത്തരത്തിൽ നീങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും ഈ പത്രസമ്മേളനത്തിൽ ചർച്ച ചെയ്യുക എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സ്വാതിയിലേക്ക് പിന്നീട് മടങ്ങിയെത്താം.